നമ്മുടെ കർത്താവ് ആരിലും വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ആമേൻ നമുക്കെല്ലാവർക്കും മതിയായവനായ ദൈവമാണ്. ഞാൻ അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഡൽഹിയിൽ ആയിട്ട് ഏകദേശം ഒരു 40 വർഷത്തോളമായി. 20 വർഷത്തോളം ഡൽഹിയിൽ ഞാൻ ജോലി ചെയ്തു. ഏകദേശം ഇപ്പോൾ ഒരു 20 വർഷത്തോളം ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ അവിടെ ആയിരിക്കുന്നു. ദൈവാത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ ഭൗതികമായിരിക്കുന്ന ജോലി ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനിടയായി. കർത്താവിൻ്റെ ദാസനിവിടെ പറഞ്ഞതുപോലെ വളരെയധികം ശാരീരികമായ പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന് അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുവാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ അവളെ വിട്ടിട്ട് ദൈവവചനം പഠിക്കുവാനായിട്ട് വിശാഖപട്ടണം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയത്. എൻ്റെ മകള് 5 വയസ്സുണ്ടായിരുന്നുള്ളൂ അന്ന്. അവള് നോക്കുവാൻ അവൾക്ക് എൻ്റെ ഭാര്യയ്ക്ക് കഴിയാത്തത് കൊണ്ട് അവിടെ ചേച്ചിയുടെ വീട് എറണാകുളത്ത്, അവിടെയാണ് എൻ്റെ മോളെ 1-ാം ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് വിടുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ വർഷം മുതൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന ആമേൻ വിടുതലും കരുതലും അനുഗ്രഹങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. ദൈവാത്മാവ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ തുള്ളനും വീട്ടിലും തിന്ന സംവത്സരങ്ങൾക്ക് ഞാൻ നിനക്ക് പകരം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഏകദേശം 20 വർഷമായി ശുശ്രൂഷയിലായിട്ട് എൻ്റെ വൈഫ്, എൻ്റെ മോളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഏത് ആവശ്യത്തിനും, അത് ചെറിയതായാലും വലിയതായാലും, ഞാൻ ഒരാളോട് മാത്രമേ പറയാറുള്ളൂ, നമ്മുടെ കർത്താവിനോട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് വരെ അത്ഭുതകരമായി ദൈവം നടത്തുവാനിടയായത്. ഞാൻ അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ കടന്നു വന്നുവെങ്കിൽ ദൈവം നമ്മെ ഒരിക്കലും വെറും കൈയോടെ വിടത്തില്ല. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഞാൻ അതുകൊണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇന്ന് പകലിൽ ചിന്തിപ്പിച്ച ഒരു വേദഭാഗം വായിച്ച് അതിൽ നിന്ന് അല്പസമയം ചില കാര്യങ്ങൾ ചിന്തിച്ച് വേഗത്തിൽ ഇരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനുവേണ്ടി നമുക്ക് വായിക്കാം 138-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. മതി. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹമായിരിക്കുന്ന, വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുന്നത്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഞാൻ ഈ വേദഭാഗം പല പ്രാവശ്യം നമ്മളിതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വേദഭാഗത്തെ ആധികാരികമായിട്ട് ഒന്നുകൂടെ ഇതിൻ്റെ ഇതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ ഒന്നുകൂടെ പഠിക്കുവാനിടയായി തീർന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി ഈ വാക്യം, ഈ പദം പഠിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുവാൻ ഇടയായി തീർന്നു. ഈ വാക്യത്തിന് ഇതിനെഴുതിയിരിക്കുന്ന എബ്രായ പദമെന്ന് പറയുന്നത് ഒമാർ എന്ന് പറയുന്നതായ എബ്രായ പദത്തിൽ നിന്നാണ് ഈ
സമാപ്തി എന്ന് പറയുന്നതായ മലയാളത്തിലുള്ള പദം, അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് അതിനുശേഷം മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷനാണ് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ഗമാർ എന്ന് പറയുന്നതായ ഈ പദത്തിൻ്റെ രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഇത് എന്താ പറയുന്നത്, അവസാനിപ്പിക്കുക. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് പര്യവസാനം നൽകുക, അല്ലെങ്കിൽ ഒരു നല്ല സമാപ്തി, ഒരു അവസാനം നൽകുക, ഒരു പരിസമാപ്തി നൽകുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ രണ്ടർത്ഥങ്ങളാണ് ഞാൻ ഇതിന് പഠിക്കുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വലിയ സന്തോഷം തോന്നുവാൻ ഇടയായി തീർന്നു. ദാവീദ് പറയുന്നത്, ദാവീദിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നോക്കി, ദാവീദിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നോക്കി ദാവീദ് ദൈവസന്നിധിയിൽ പറയുകയാണ്, എൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൈവം അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ, ഇതിനൊരു അവസാനം ഉണ്ടാകുകയില്ലയോ? അല്ലേ? ഇസ്രായേൽ ദൈവത്തോട് നിലവിളിക്കുവാൻ ഇടയായി. അവരുടേതായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ കണ്ട് അവർ ദൈവത്തോട് നിലവിളിച്ചു. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അവർ ദൈവത്തോട് നിലവിളിക്കുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ പോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാബിലോണിയ ആമേൻ അടിമത്തത്തിൽ അല്ലെങ്കിൽ ബാബിലോണിയ പ്രവാസത്തിൽ അവരായിരിക്കുമ്പോൾ ആമേൻ അവർ ചുറ്റുപാടും നോക്കി അവർ ഇപ്രകാരം ചിന്തിക്കുവാൻ ഇടയായി തീർന്നു, ഈ ബാബിലോണിയ പ്രവാസത്തിൽ നിന്നും ഒരിക്കലും എനിക്കൊരു വിടുതൽ ആമേൻ ലഭിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കുഴപ്പമല്ല. ആമേൻ. ഹല്ലേലൂയ. ബാബിലോണിയ സാമ്രാജ്യം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയാണ്. ആ സാമ്രാജ്യ ശക്തിയിൽ നിന്നും ആമേൻ ഒരു കാരണവശാലും അത് ഹല്ലേലൂയ ഒരു വിടുതൽ പ്രാപിക്കുക എന്ന് പറയുന്നത് ആമേൻ പ്രാക്ടിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല, ബാബിലോണിയ സാമ്രാജ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാബിലോൺ ദേശം എന്ന് പറയുന്നത് വലിയ കോട്ടകൾ കൊണ്ട് ആമേൻ കെട്ടി ഉറപ്പിച്ചിരിക്കുന്നതായ ആമേൻ ദേശമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആമേൻ 7 കുതിരയുടെ രഥങ്ങൾക്ക് ഒരുമിച്ച് പോകുവാൻ തക്കവണ്ണം ആമേൻ വീതിയുള്ളതായ ആമേൻ ഭിത്തിയാണ് അതിന് ഉണ്ടായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇസ്രായേൽ ജനം ഒരു കാര്യം ഉറപ്പിക്കുവാൻ ഇടയായിത്തീർന്നു, ഇവിടെ നിന്ന് ഒരു വിടുതൽ സംഭവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഒരു വശത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ സാഹചര്യങ്ങളെ കണ്ട് ആമേൻ ഈ വിഷയത്തിന്, ഈ അവസ്ഥയ്ക്ക്, ഈ സാഹചര്യത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ എൻ്റെ കുടുംബത്തിന്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് ഒരു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് ആമേൻ പലപ്പോഴും ഞാൻ നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെട്ട് ആമേൻ നെടുവീർപ്പിടാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവജനത്തിൽ കൂടെ പറയട്ടെ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആമേൻ. അവന് കഴിയാത്തതൊന്നുമില്ല. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. അത് പ്രവാചകനായിരിക്കുന്ന യെരമ്യാവിനോട് ദൈവാത്മാവ് പറയുവാൻ ഇടയായിത്തീർന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ കാര്യങ്ങൾ ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നമ്മുടെ ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ,
ഏത് സാഹചര്യങ്ങളൊക്കെയായിട്ട് ഏത് അവസ്ഥകളായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ ഞാൻ നിങ്ങൾ പറയുവാൻ ഇടയായി തീരണം, ഞാൻ സേവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ആമേൻ. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. 126-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, ആമേൻ, അസാധ്യമെന്ന് പറഞ്ഞതായ ബാബിലോണിയ കോട്ടയിൽ നിന്ന് അത് വിടുതൽ പ്രാപിച്ചതായ ദൈവജനം പറയുന്നത്, ആമേൻ, യഹോവ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഹല്ലേലൂയ. അത് ചിന്തിക്കുവാൻ കഴിയാത്തതായ സാഹചര്യത്തിൽ നിന്ന് ദൈവം അവരെ അത്ഭുതകരമായി വിടുവിക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷം തോന്നുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ബാബിലോണിയ സാമ്രാജ്യത്തിന് ദൈവം അന്ത്യം കുറിക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട് ബാബിലോണിയ സാമ്രാജ്യത്തിന് ദൈവം അന്ത്യം കുറിക്കുവാനിടയായി. നേരം വെളുത്ത് പ്രഭാതമായപ്പോൾ ബാബിലോണിയ സാമ്രാജ്യം ഇല്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഇന്ന് പകലിൽ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് വിളിച്ചു പറയട്ടെ, എന്നെയും നിങ്ങളെയും ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ചില ബാബിലോണിയ ശക്തികൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാൻ സാധിക്കും? ആമേൻ. ഒറ്റ രാത്രി കൊണ്ട് ആമേൻ നേരം വെളുക്കുമ്പോൾ ആമേൻ ആ ശക്തി, ആ അന്ധകാരത്തിന്റെ കെട്ടുകൾ, ഓ ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ നിന്ന് ആമേൻ എടുത്തു കളയുവാൻ, മാറ്റി കളയുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് വലിയ സന്തോഷം തോന്നുവാൻ ഇടയായി തീർന്നു, അല്ലേ? അന്ന് വരെ അവരെ ഞെരുക്കിയിരുന്നതായ, അന്ന് വരെ അവരെ ആമേൻ എന്താ പറഞ്ഞത്, പ്രവാസത്തിലിട്ടിരുന്നതായ ആ സാമ്രാജ്യത്തെ ദൈവം ഇല്ലായ്മ ചെയ്തു. ബാബിലോണിയ സാമ്രാജ്യത്തെ ദൈവം ഒരു രാത്രി കൊണ്ടില്ലായ്മ ചെയ്തുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ വിശ്വസിക്കാറുണ്ട്, ഞാൻ ഇന്നും പ്രത്യാശ വെക്കാറുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവം ഒറ്റ രാത്രി കൊണ്ട് സാമ്രാജ്യിക ശക്തികളെ മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ആമേൻ, ഹല്ലേലൂയ, എൻകറേജ്മെന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ കണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ കണ്ട് ഒരിക്കലും ഭാരപ്പെട്ടു പോകല്ല. അതെ, ഹല്ലേലൂയ. ആമേൻ, വിശ്വാസത്തോടെ ആമേൻ, എൻ്റെ ദൈവം എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ, എൻ്റെ ജീവിതത്തിൽ വിരോധമായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ അത് മാറ്റിമറിക്കുവാൻ, അത് ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നുള്ളതായ ഉത്തമ ബോധത്തോടെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിൽ വിരോധമായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയെ ഒരു നിമിഷം കൊണ്ട്, ഒരു ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് ഇല്ലായ്മ ചെയ്യുവാൻ അത് ശക്തിയുള്ള ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കിവിടെ ഒരു സഹോദരിയെ കാണുവാൻ ഇടയായിത്തീരും. 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 12 വർഷക്കാലം രക്തസ്രാവം ഉണ്ടായ ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എനിക്ക് ആ സഹോദരിയെ കുറിച്ച് പഠിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നുവാനിടയായി. അവരുടെ രോഗം കൊണ്ടല്ല എനിക്ക് സന്തോഷം ഉണ്ടായത്. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, അവരുടേതായിരിക്കുന്ന നിലയിൽ അവരുടെ രോഗം മാറേണ്ടതിന് വളരെ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു, ഇല്ലേ? അത് വായിച്ചേ ഒന്ന്, 25-ാമത്തെ വാക്യം. പല വൈദ്യന്മാരാൾ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമുക്കളൊക്കെ ചെറിയ ആദ്യമേ ക്ലിനിക്കിൽ പോകും, അത് കഴിഞ്ഞ് ജില്ലാ ഹോസ്പിറ്റലിൽ പോകും, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, എനിക്ക് ജില്ലാ ഹോസ്പിറ്റലിൽ പോകും, അതിനുശേഷം എന്ത് ചെയ്യും, മെഡിക്കൽ കോളേജിൽ പോകും, അതിനുശേഷം സൂപ്പർ സ്പെഷ്യാലിറ്റി
ഹോസ്പിറ്റലുകളിൽ പോകും, പല പല വൈദ്യന്മാര് ഇല്ലയോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇവള് അനേക വൈദ്യന്മാരുടെ അടുക്കൽ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊരു സാധാരണ, നമുക്കറിയാം, ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, ദൈവമേ രോഗങ്ങളിലൊന്നും പെടുവാൻ അനുവദിക്കല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അല്ല, കാര്യം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു ദിവസം നമുക്കൊരു അസുഖമായി ഹോസ്പിറ്റലിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 12 വർഷം ഒരു സഹോദരി അപ്പൊ പല വൈദ്യന്മാരാൽ എന്ത് ചെയ്തു, ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയായത്. അപ്പൊ എത്ര മാത്രം സാമ്പത്തികമായ ഭദ്രത അവർക്കുണ്ടായിരുന്നായിരിക്കും കടന്നുപോയി ശില്പിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ അതിന്റെ അടുത്ത വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുന്നുണ്ട്. അന്ന് വായിച്ച മോളെ. ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിട്ട് യേശുവിന്റെ വർത്തമാനം കേട്ടു. ആമേൻ. യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു ചിന്ത കടന്നു വരുവാൻ ഇടയായി. ആ ചിന്ത എങ്ങനെയാണ്? അവൻ യേശുവിന്റെ അടുക്കൽ കടന്നുപോയി, യേശുവിന്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ യേശുവിനല്ലാതെ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. യേശുവാണ് സകല വിഷയങ്ങളുടെയും സമാധാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരു സമയത്ത് ഞാൻ സാക്ഷി, എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ. ഞാനൊരു ഹൈന്ദവ വ്യക്തിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡൽഹിയിൽ ജോലി ആയിരുന്നു. 90s ഒരു 10,000-40,000 രൂപ വരുമാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. 96 ഡൽഹിയിൽ വീട് മേടിക്കാനുള്ള പൈസ എൻ്റെ സേവിങ് അക്കൗണ്ടിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഞാനും ഭാര്യയും കൂടെ ഞങ്ങൾ ചിന്തിച്ചു, നമുക്ക് പോയി ഒരു വീടൊക്കെ മേടിക്കാം. കാര്യം ബാങ്കിൽ ലോൺ എടുക്കേണ്ടയോ അങ്ങനെയൊന്നും ഉള്ളൊരു ആവശ്യമില്ല. എൻ്റെ സേവിങ് അക്കൗണ്ടിൽ എനിക്ക് വീട് മേടിക്കുവാനുള്ള പൈസയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു ജോലിയായിരുന്നു. എന്നാൽ പല ദൈവദാസന്മാർ എൻ്റെ ഭവനത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം എന്നോട് പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം എന്നെ ആരാധനയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ നമ്മുടെ പല പ്രിയപ്പെട്ടവരുമൊക്കെ നമ്മളെ കളിപ്പിക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമൊന്നും തോന്നാറില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിപ്പീരെല്ലാം ഞാനും ചെയ്യുവാനിടയായി തീർന്നിട്ട് ഞാൻ ഇവരോടൊക്കെ ലൊക്കേഷൻ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് അങ്ങോട്ട് വളഞ്ഞു പോകണം, ഇവിടെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഇപ്പുറത്താണ് ചർച്ച് എന്നൊക്കെ അവർ ലൊക്കേഷനും മാപ്പും കാര്യങ്ങളെല്ലാം പറയും. അപ്പം അവർ ഒരു പക്ഷേ തിരിച്ചു പോകുന്നത് ഈ ആഴ്ച ഈ സഹോദരൻ പള്ളിയിൽ വരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ആയിരിക്കും ചിലപ്പോൾ അവർ കടന്നു പോകും. പോയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കും, നമുക്ക് പള്ളിയിൽ പോവാം എന്ന് പറയുന്ന ഉടനെ ഞാനുള്ളവരോട് പറയും, നീ പോയി പണി നോക്കാൻ പറയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷെയർ മാർക്കറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഡൽഹി, ബോംബെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മാർക്കറ്റിംഗ് ഓപ്പറേറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തത്. ഞങ്ങൾ ബ്രോക്കറേജ് ആയിരുന്നു. മാർക്കറ്റിംഗ് ഓപ്പറേറ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നല്ല പൈസയാണ്. ഇന്ന് 1000 ആണെങ്കിൽ നാളെ 10,000. ഒരു 1000 രൂപ ഇപ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് കളഞ്ഞു പോയെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, ഞാനൊന്നും ചിന്തിക്കാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത നിമിഷം തന്നെ, അല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ അടുത്ത എൻ്റെ ഒരു പേപ്പർ വർക്ക് കഴിയുമ്പോൾ തന്നെ 1000 പോയതിന് 2000 രൂപ എൻ്റെ പോക്കറ്റിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയുണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, 90കളിലൊക്കെ 40,000 രൂപയൊക്കെ കൈ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലക്ഷങ്ങൾ കിട്ടുന്നതിന് തുല്യമാണ്. ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ ചിന്തിച്ച ഒരു കാര്യം,
എനിക്ക് പൈസ ഉണ്ട്, ഒരു പ്രശ്നവുമില്ല, നല്ല രീതിയിൽ ചിന്തിച്ചു പോകും. ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇപ്പം പറയാറുണ്ട്, ഞാൻ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമ്മുടെ സാമ്പത്തികമായ ഭദ്രത കൊണ്ട്, പ്രൈസലോ, നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾക്കുള്ള പിടിപാടുകൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാമെന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ വ്യാമോഹമാണ്. പ്രൈസലോ, ഇന്ന് പകൽക്കാലം എഴുതി വെച്ചുകൊള്ളണം. ആമേൻ. യഹോവ എൻ്റെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇന്ന് പകൽ നമ്മളിവിടെ ഇരിക്കുന്നത് ദൈവം നമ്മെ നടത്തിയത് കൊണ്ട്, ദൈവം നമ്മെ സൂക്ഷിച്ചത് കൊണ്ട്. നമ്മളെക്കാളി കഴിവുള്ളവർ, നമ്മളെക്കാളി മിടുക്കുള്ളവർ, നമ്മളെക്കാളി വിദ്യാഭ്യാസമുള്ളവർ എത്രയോ പേര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ഇന്ന് പകൽ ഇവിടെ നമ്മളായിരിക്കുന്നത് ദൈവം നമ്മെ നടത്തിയത് കൊണ്ട്. അതുകൊണ്ട് ദൈവത്തിന് എപ്പോഴും നന്ദിയുള്ളവരായി, യെസ്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടോ. ഹല്ലേലൂയ. ഈ പറഞ്ഞതുപോലെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം എൻ്റെ സ്ഥിതിയെ മാറ്റി. എൻ്റെ സഹോദരിമാര് ഡൽഹിയിൽ നിന്ന് എനിക്ക് രക്ഷാബന്ധൻ, ഞങ്ങൾക്ക് രക്ഷാബന്ധൻ ഇവിടെ എന്തോ പറയുന്നത്, രാഖി ഇല്ലേ, രാഖി കയ്യാൽ ഇങ്ങനെ കെട്ടുന്ന ഒരു സംഗതിയുണ്ട്. സഹോദരന്മാർക്ക് കെട്ടും. അപ്പം അത് കെട്ടാനായിട്ട് വീട്ടിലോട്ട് കടന്നു വന്നു. അതൊക്കെ കെട്ടി അവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആങ്ങളമാർ കൊടുക്കും. അതൊക്കെ കൊടുത്ത് അവരെ ബസ് സ്റ്റോപ്പിലോട്ട് പറഞ്ഞു വിടാനായിട്ട് ഞാൻ പോകുന്ന കൂട്ടത്തിൽ, അപ്പം ഞാൻ ആരോഗ്യവാനായിട്ട് പോവുകയാണ്, സന്തോഷവാനായിട്ട് പോയി. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ രാത്രി പകലായി നടന്നൊരു വ്യക്തിയാണ്. പോകുന്ന കൂട്ടത്തിൽ എൻ്റെ കണ്ണിൽ ഒരു ഇരുട്ടടിച്ചതുപോലെ എനിക്ക് തോന്നി. ഞാനപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു കണ്ണിലൊരു ഇരുട്ടടിച്ചതുപോലെ എനിക്ക് എന്തോ ഒരു സംതിങ്, എന്താ പറഞ്ഞത്, എനിക്ക് ആയതുപോലെ എനിക്ക് തോന്നി, എന്തോ ഒരു എൻ്റെ ശരീരത്തിൽ അപ്പം ഞാൻ ഇങ്ങനെ മൂക്ക് ഇങ്ങനെ ചൊറിഞ്ഞ എനിക്കത് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ എൻ്റെ കൈ പെട്ടെന്ന് ഇങ്ങനെ താഴെ പോയി. ഞാനപ്പോൾ തന്നെ വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് പർപ്പസിൽ ഞാനിങ്ങനെ ഒന്ന് മൂക്ക് ചൊറിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് അതുപോലെ തന്നെ ഒരു എന്താ പറഞ്ഞത്, ഇരുട്ടടിക്കുന്ന പോലെ ഒരു ബിജിലി ഒരു എന്താ പറയുന്നത്, കരണ്ടടിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് അത്ര മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ ഹാർട്ട് ബീറ്റ് എല്ലാം കൂടി, എൻ്റെ BP എല്ലാം കൂടി, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഭവമായി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്നെ ICUവിൽ അഡ്മിറ്റ് ആക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീട് മേടിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ബാങ്കിൽ വെച്ചിരുന്നതായ സകല പൈസയും 75,000-80,000 രൂപ ഞാൻ ഹോസ്പിറ്റലിൽ കൊടുത്തു. പക്ഷേ എനിക്കൊരു സൗഖ്യവും ഉണ്ടായില്ല. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല. കാര്യം അവർ എന്നെ കൊണ്ടുപോയി ICUവിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം അവരെൻ്റെ എക്കോ എടുത്തു, എൻ്റെ സകല ടെസ്റ്റുകളും ചെയ്തു. അവർ നോക്കിയിട്ട് എനിക്ക് യാതൊരു രോഗവുമില്ല. പക്ഷേ എനിക്ക് 24 അവേഴ്സും ഡോക്ടർമാർ എൻ്റെ ബെഡിനടുത്ത് വേണം, നേഴ്സുമാർ എൻ്റെ ബെഡിനടുത്ത് വേണം, എൻ്റെ ഭാര്യ എൻ്റെ ബെഡിനടുത്ത് വേണം, എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ബെഡിനടുത്ത് വേണം. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടും, എനിക്ക് പ്രയാസം ഉണ്ടാകും. ഞാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ വിചാരിച്ചു, എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചു പോകും. അവിടെ യാതൊരു ട്രീറ്റ്മെൻറ്റും നടക്കുന്നില്ല. കാര്യം അവർക്ക് നോക്കിയിട്ട് എനിക്ക് യാതൊരു അസുഖവും കാണുന്നില്ല. അവസാനം ഞാൻ ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അസുഖം വീണ്ടും 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 കൂടുവാനിടയായി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു സഹോദരി പറയുവാനിടയായി തീർന്നു, അതുപോലെ ഞാനും ഒരു മാനസിക രോഗിയായി മാറുവാനിടയായി. എൻ്റെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് നേരത്തും മരിക്കും. ഇതായിരുന്നു എൻ്റെ ആ ചിന്തയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ പോകുമ്പം വാഷ്റൂമിൽ പോയാൽ അതിൻ്റെ കതവ് അടയ്ക്കത്തില്ല. റൂമിൽ കയറിയാൽ അതിൻ്റെ കതവ് അടയ്ക്കത്തില്ല. എൻ്റെ വൈഫ് കിച്ചണിൽ പോയാൽ ഞാൻ കിച്ചണിൽ അവളുടെ കൂടെ പോവും. ഞാൻ ബാത്റൂമിൽ പോയാൽ അവൾ വന്ന് അതിൻ്റെ വാതിൽക്കൽ നിൽക്കും. ആ സ്ഥിതിയാകുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് പ്ലാൻ ചെയ്തു. ഞാൻ ചുരുക്കത്തിൽ സമയം നമ്മുടെ മുന്നിൽ നിൽക്കില്ല, അതുകൊണ്ട് ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ. അങ്ങനെ ഞാൻ മരിച്ചു പോകുന്നുള്ള ഒരു
ഭയം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് പ്ലാൻ ചെയ്തു. എന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ പ്ലാൻ ചെയ്ത ദിവസം എൻ്റെ ദൈവം എൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ചിന്തിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അന്ന് ഹോസ്പിറ്റലിൽ പോയി മടങ്ങി വന്നപ്പോൾ എൻ്റെ വീട്ടിലൊരു കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിട്ടുണ്ട്. രണ്ട് സഹോദരന്മാരും. ഞാൻ പറയട്ടെ, ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊന്നും വയ്യ, എൻ്റെ വൈഫിനോട് സംസാരിക്കുകയും എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞ് ഞാൻ കയറി കിടന്നു. എന്നാൽ ആ കർത്താവിൻ്റെ ദാസൻ, ആ പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്ക് സൗഖ്യം തരുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ദൈവസന്നിധിയിൽ കടന്നുപോയി ദൈവദാസന്മാർക്ക് നന്ദി പറയാം. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ സഭയിൽ കടന്നു ചെന്നു. അന്ന് ഞാൻ യേശുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ചുള്ളതായ സന്ദേശം കേൾക്കുവാനിടയായി തീർന്നു. ആമേൻ. മരിച്ച് മൺമറഞ്ഞു പോയതായ ദൈവങ്ങളെ ദൈവമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇന്ന് മിഥ്യാമൂർത്തികളെ ആരാധിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഹല്ലേലൂയ ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. പാപികൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഊറ്റി, ആമേൻ, ഹല്ലേലൂയ, പാപമോചനത്തെ നൽകിയതായ ഒരു കർത്താവ്, ആ യേശു കർത്താവിനെ ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ പലപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ അവരോടും പറയാറുണ്ട്, ആമേൻ, ഹല്ലേലൂയ, നിത്യതയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ലഭിക്കുന്നതായ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ ഞാൻ പറയത്തില്ല, അതിനൊന്നും പ്രാർത്ഥിക്കേണ്ടെന്ന്. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ സമാപ്തി, യെസ്, ഹല്ലേലൂയ, നമ്മുടെ അവസാനം, നമ്മുടെ നിത്യത ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ ഇടയാകല്. ആ നിത്യത നമുക്ക് ലഭിക്കണമെങ്കിൽ യേശു കർത്താവിൽ കൂടി മാത്രമേ ലഭിക്കുവാൻ ഇടയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കർത്താവിനെ കുറിച്ച് ഞാൻ കേട്ട്, ഞങ്ങൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും ഞങ്ങൾ ആരോടും ചോദിച്ചില്ല, ഞങ്ങൾ ആരോടും അഭിപ്രായങ്ങൾ ചോദിച്ചില്ല. ഞാൻ ആ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാനിടയായി. ഒത്തിരി വിരോധം, നിങ്ങൾക്കറിയാമോ, 8-10 വർഷത്തോളം, ഒരു 7-8 വർഷത്തോളം എൻ്റെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ എൻ്റെ കർത്താവിൻ്റെ ദാസൻ എൻ്റെ ഭവനത്തിന് അവിടെ വരുവാനിടയായി തീർന്നു. ഞാൻ ഇടത്തോട്ടും നോക്കത്തില്ല, വലത്തോട്ടും നോക്കത്തില്ല, ഇടത്തോട്ടും നോക്കത്തില്ല, വലത്തോട്ടും നോക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളവിടെ പറഞ്ഞിരുന്നു പറഞ്ഞാൽ, തെക്കേക്കര എൻ്റെ അമ്മയുടെ വീടാണ് അവിടെ. ശാരദയുടെ വീട്ടിൽ ആരും പോകരുത്, അവരെ നമ്മുടെ ആരുടെയും വീട്ടിൽ വിളിക്കരുത്, അവർ മരിച്ചു കിടന്നാൽ ആരെടുത്ത് കുഴിച്ചിടുമെന്ന് നമുക്ക് കാണാം എന്ന് അവർ പറയുവാനിടയിൽ. ആരും എന്നോട് മിണ്ടത്തില്ല. എന്ന് ഞാൻ പറയട്ടെ, എൻ്റെ ദൈവം ഞങ്ങളുടെ സ്ഥിതിയെ മാറ്റുവാനിടയായി. ഞങ്ങളാരും മരിച്ചവിടെ പൊഴുത്ത് കിടക്കുവാനിടയായി തീർന്നില്ല. ഹല്ലേലൂയ. ഈ പ്രാവശ്യം കടന്നു വന്നപ്പോൾ അനേക ഭവനങ്ങളിൽ, ഹിന്ദു ഭവനങ്ങളിൽ, ഞങ്ങളുടെ ബന്ധുക്കാരുടെ ഭവനങ്ങളിൽ കടന്നു പോകുവാൻ ഇടയായി. ആമൻ. നിങ്ങളെ ആമൻ അവരുടെ വീട്ടിൽ പോകരുത്, അവരെ നമ്മുടെ വീട്ടിൽ വിളിക്കരുത് എന്ന് പറഞ്ഞ ഓരോ പ്രിയപ്പെട്ടവരും എന്നോട് ഈ പ്രാവശ്യം കംപ്ലൈൻറ്റ് പറയുവാൻ ഇടയായി തീർന്നു. മോടെ കല്യാണം നടന്നിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ, ദൈവം ഞങ്ങളുടെ സ്ഥിതിയെ മാറ്റുവാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, 20 വർഷമായി ശുശ്രൂഷയിലായിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇപ്രകാരമുള്ള ഒരു വിവാഹ ശുശ്രൂഷയൊക്കെ എൻ്റെ കുഞ്ഞിന് നൽകി കൊടുക്കും. എൻ്റെ കുഞ്ഞ് അവൾ 12ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടി. എൻ്റെ മോൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല. എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മോൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു, നമ്മൾ പെന്തക്കോസ്തുകാരായതുകൊണ്ട് നമുക്ക് ഒന്നും കോളേജിൽ പോകാനൊന്നും ഉള്ള കോളേജുകളൊന്നുമില്ല, മറ്റു പല ഇതിനും കോളേജുകളുണ്ട്, അവർക്കൊക്കെ അവിടെ അഡ്മിഷൻ കിട്ടുവാനിടയായി തീർന്നു. ഞാൻ അവളോട് പറഞ്ഞു, എടി, നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. ഞാൻ പറയട്ടെ, അവിടെ എഡ്യൂക്കേഷൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ജീസസ് ആൻഡ് മേരി കോളേജിൽ അവൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്ന്. ഞാനൊരു ബൈബിൾ കോളേജിൻ്റെ
രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ആ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മോൾ ഓടി വരുന്നു പറയുന്നത്, പപ്പ ജീസസ് ആൻഡ് മേരി കോളേജിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു, എൻ്റെ അഡ്മിഷൻ അവിടെ ശരിയായിരിക്കും, നീ എന്താ വന്ന് അഡ്മിഷൻ എടുക്കാത്തതെന്ന് പറഞ്ഞ് ആ കോളേജിൽ നിന്ന് ഫോൺ വന്നു എന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ. ഞാനും മേരും കരഞ്ഞ് നിലവിളിച്ചാണ് ഓടി ആ കോളേജിൽ ചെല്ലുവാൻ ഇടയായത്. നിങ്ങൾക്കറിയാമോ, ഡൽഹിയിലെ ഏറ്റവും നമ്പർ 1 കോളേജാണ് ജീസസ് ആൻഡ് മേരി കോളേജ് എന്ന് പറയുന്നത്. പ്രൈസ് അല്ലോ, ഹല്ലേലൂയ. ഞങ്ങളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠത ഒന്ന് മാത്രമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ദാവീദ് പറയുന്നു, നീ എനിക്ക് നല്ല സമാപ്തിയെ വരുത്തും. ദാവീദിനെ അഭിഷേകം ചെയ്ത് 20 വർഷം താൻ ഉഴന്നു നടക്കുവാൻ ഇടയായി. ദാവീദ് തന്നെ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഒരിക്കൽ ശൗലിൻ്റെ കയ്യാൽ എന്ത് ചെയ്തു പോകത്തേ ഉള്ളൂ, മരിച്ചു പോകത്തേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാ. ആരുടെയും കൈയിൽ തരുവാനല്ല നമ്മെ ദൈവം വിളിച്ചത്. എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഉള്ളതായ പദ്ധതികളെ അത് പൂർത്തീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, അത് ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തുവെങ്കിൽ ആ സിംഹാസനത്തിൽ ദൈവം അവനെ ഇരുത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു നല്ല സമാപ്തി നൽകുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലില് നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. ദൈവസന്നിധിയിലെ മുഴങ്കാലുകളെ മടക്കുക, ദൈവസന്നിധിയിൽ എപ്പോഴും ആയിരിക്കുക. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ ആരെ സേവിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെയും നടത്തുവാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. യഹോവ നമുക്ക് വേണ്ടി സമാപ്തി നൽകുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം.